റോമാലേഖനം 7:10 ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്കു മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. നിയമങ്ങൾ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്കും പരസ്പര സഹകരണത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായാണ് പൊതുവെ രൂപകൽപ്പന ചെയ്യുന്നത്. ചില കാലങ്ങളിലേക്ക് മാത്രം പ്രസക്തമായിരിക്കുന്ന നിയമങ്ങളുണ്ട്. യുദ്ധകാലത്തേക്ക് മാത്രമുള്ള നിയമങ്ങൾ, പകർച്ചവ്യാധി പോലുള്ള സാഹചര്യങ്ങളിലേക്ക് മാത്രമുള്ള നിയമങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഒരിക്കൽ വളരെ പ്രാധാന്യമുള്ള നിയമങ്ങൾ പിന്നീട് ഒട്ടും പ്രസക്തമല്ലാതാകുന്നതും കാണാം. എങ്കിലും ചിലർ മുൻകാലങ്ങളിലെ പല നിയമങ്ങളും തുടരാൻ ശാഠ്യം പിടിക്കുന്നതും സാധാരണമാണ്. പുതിയൊരു നിയമം വരുന്നതുവരെ ദൈവം താൽക്കാലികമായി ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയവയാണ് പഴയ നിയമത്തിലെ ഭൂരിഭാഗം കൽപ്പനകളും. എന്നാൽ പഴയ നിയമത്തിൽ ഒരു രാജ്യം എന്ന നിലയ്ക്കും ആരോഗ്യ പരിപാലനത്തിനുമായി ഒക്കെ നൽകിയ പല നിയമങ്ങളും ഇന്നും പ്രസക്തമാണ്. എന്നാൽ അവ ആത്മീയ ജീവിതത്തിനായി നൽകിയതല്ല, പക്ഷെ പല കാര്യങ്ങളിലും അവരുടെ മതവുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ രക്ഷയ്ക്കും നിത്യജീവനുമായി പുതിയൊരു നിയമം ചെയ്യുമെന്ന് പഴയ നിയമം നൽകിയപ്പോൾ തന്നെ ദൈവം വ്യക്തമാക്കിയതും പലപ്പോഴും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമാണ്. താൽക്കാലികമെങ്കിലും നൽകിയ ഈ പഴയ നിയമത്തിൻ്റെ ഉദ്ദേശ്യം അവർ അത് അനുസരിച്ച് അതിനാൽ ജീവിക്കണം എന്നായിരുന്നു. എന്നാൽ അത് മരണത്തിനും കാരണമായി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദാഹരണത്തിന്, കൊലപാതകം ചെയ്യരുത് എന്ന് കൽപ്പന നൽകിയത് ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരുവൻ കൊല ചെയ്താൽ അതിനുള്ള ശിക്ഷ മരണം ആണ്. അങ്ങനെ എന്തുദ്ദേശ്യത്തിനാണോ കൽപ്പന നൽകിയത് അത് ലഭിച്ചവരുടെ അനുസരണക്കേട് നിമിത്തം, പാപം നിമിത്തം ആ ഉദ്ദേശ്യത്തിൽ നിന്ന് നേരെ വിപരീത ഫലമാണ് അവർക്കുണ്ടായത്. ഇതിനുള്ള പരിഹാരം കൂടെയാണ് പുതിയ നിയമമെന്ന് പൗലോസ് എഴുതുന്നു. ഏത് കഠിന പാപിക്കും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ അത് സഹായിക്കുന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചുകൊണ്ട് കൂടെയാണ്. ആകയാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.